സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായി എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിലുള്ള കീം റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ പുതുക്കിയ രീതി ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്ന് കണ്ടെത്തിയാണ് കോടതിയുടെ റദ്ദാക്കൽ നടപടി. റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിച്ചു. ഇന്നത്തെ ഏറ്റവും വലിയൊരു ഡെവലപ്മെന്റായി നമുക്ക് ഇതിനെ കാണാൻ കഴിയും. കീം എൻട്രൻസ് പരീക്ഷ എഴുതി എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിന് കാത്തിരുന്ന വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി വിധി പ്രതിസന്ധിയാവുകയാണ്. വിഷയങ്ങളുടെ മാർക്ക് കണക്കാക്കാൻ അവസാന നിമിഷത്തിൽ പുതിയ സമവാക്യം കൊണ്ടുവന്നത് ഏകപക്ഷീയമാണെന്നും നിയമവിരുദ്ധമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഫെബ്രുവരിയിലെ പ്രോസ്പെക്ടസ് അനുസരിച്ച് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പ് മാത്രമാണ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയതെന്നും കോടതി നിരീക്ഷിച്ചു. കോടതി ഉത്തരവിനെതിരായ തുടർ നടപടികൾ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. സംസ്ഥാന സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾക്കും CBSE വിദ്യാർത്ഥികൾക്കും തുല്യനീതി ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു പരിഷ്കാരമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. കേരള ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് നേടിയാലും 35 മാർക്ക് അവർക്ക് കുറവ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത്. അത് ക്യാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത്. കഴിഞ്ഞ വർഷം വരെ പിന്തുടർന്ന എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് റാങ്ക് കണക്കാക്കുന്ന രീതി ഇത്തവണ പൂർണ്ണമായും മാറ്റിയിരുന്നു. 3 സ്കീം വിഷയങ്ങളായ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളുടെ മാർക്ക് ഏകീകരിച്ച് അനുപാതം 5:3:2 എന്ന നിലയിൽ കണക്കാക്കുന്നതാണ് പുതിയ രീതി. 24 തിരുവനന്തപുരം.